നിങ്ങൾ നിഷ്കളങ്കമായിട്ടേ സന്തോഷിച്ചാട്ടെ എന്ന് പറഞ്ഞുകൊണ്ടായില്ല. ഈ പണം ഈ സമയത്ത് കൊണ്ടുപോയി കൊടുക്കുന്നത് വോട്ടർമാരെ സ്വാധീനിക്കാനാണ് എന്നത് പ്രതിപക്ഷം എന്ന നിലയ്ക്ക് ഞങ്ങളുടെ കൃത്യമായിട്ടുള്ള ആരോപണമാണ്. അതിലൊരു തെറ്റുമില്ല. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായി കേന്ദ്ര സർക്കാർ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾ എതിർത്തിട്ടില്ലേ? നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ? ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കേന്ദ്ര സർക്കാർ പണം വിതരണം ചെയ്യുന്ന പോലെയുള്ള പരിപാടികൾ വരികയാണെങ്കിൽ, ഉദാഹരണത്തിന് അവർ നേരിട്ട് ജനങ്ങൾക്ക് കൊടുക്കുന്ന പല പദ്ധതികളെയും പണം ഇലക്ഷന് തൊട്ട് മുൻപ് നൽകുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എതിർക്കില്ലേ? അങ്ങനെ എതിർക്കണ്ടേ? അത് അല്ലെങ്കിൽ ജനാധിപത്യത്തെ വിലക്കെടുക്കുന്നത് പോലെയാവില്ലേ അത്? നിങ്ങൾ മാധ്യമങ്ങൾ ജനാധിപത്യത്തിന്റെ കാവലാളാവുന്നതിന് പകരം പിണറായി വിജയന്റെ കാവലാളാവുന്ന കാര്യത്തിൽ അങ്ങനെ ആർക്കെങ്കിലും കൃത്യത ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് അറിയില്ല സന്ദീപ് വാര്യർ. ഏതായാലും ഇത് ഒരു മാസം മുന്നേ പറഞ്ഞ കാര്യം, മുഖ്യമന്ത്രി അടക്കം സഭയിൽ പറഞ്ഞ കാര്യം നിങ്ങൾ മലപ്പുറത്തെ റിപ്പോർട്ടർ ചോദിക്കുന്നത്. നിങ്ങൾ ലക്ഷ്മി പറയൂ. ലക്ഷ്മി, നിങ്ങൾ കാര്യം ചെയ്യേ, നിങ്ങൾ മലപ്പുറത്തെ റിപ്പോർട്ടറെ വിളിച്ച് ചോദിക്ക്. നിങ്ങളുടെ റിപ്പോർട്ടറെ വിളിച്ച് ചോദിക്ക്. മലപ്പുറത്തെ കലക്ടർ ഒരു 1.5 മാസം മുൻപ് തന്നെ തെരഞ്ഞെടുപ്പ് എന്തായാലും നടക്കും, ഏകദേശം ഈ സമയത്ത് ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഒരു തവണയല്ല പലതവണ വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ട്. അതായത് സർക്കാരിന് അറിയാമായിരുന്നു. കളക്ടർ എന്ന് പറയുമ്പോൾ സർക്കാരിൻ്റെ സംവിധാനമാണല്ലോ. തെരഞ്ഞെടുപ്പ് ഈ സമയത്തുള്ളിൽ നടക്കും എന്ന് കൃത്യമായി പറഞ്ഞിരുന്നു. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ബോധ്യമുണ്ടായിരുന്നു, സർക്കാരിന് ബോധ്യമുണ്ടായിരുന്നു. കൃത്യം ഡേറ്റ് പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്, ഭരണഘടനാ സംവിധാനമാണ്. പക്ഷേ അതിനെ ലാക്കാക്കിക്കൊണ്ട്, തെരഞ്ഞെടുപ്പ് ലാക്കാക്കിക്കൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് പണം വിതരണം ചെയ്യുന്നത് തെറ്റാണ്.